ഫ്രണ്ട്സ്, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് LGSനും VFAക്കും ബെവ്കോ LDക്കും വരുന്ന LDCക്കും LGSനും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന, നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിലയിരുത്തുമ്പോഴും ഏത് മേഖലകളാണ് PSC ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ആ മേഖലകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട്, കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മേഖലയാണ് PSC ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ആ മേഖലകളെ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, SCRTയും NCRTയും PYQയും ഒക്കെ ബേസ് ചെയ്തിട്ട് ആ ടോപ്പിക്കുകൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാൻ പോകുകയാണ്. വാരി വലിച്ചിട്ടുള്ള പഠനമില്ല, സെലക്റ്റീവ് ആയിട്ട് ടോപ്പിക്കുകൾ ഇങ്ങോട്ട് എടുത്തിട്ട് വ്യക്തമായിട്ട് പഠിക്കുകയാണ്. ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എത്ര മണിക്കാണ് ഞാൻ ഇവിടുത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം എപ്പോഴാണ്, ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആ ടോപ്പിക്കുകൾ SCRTയും NCRTയും PYQയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ എടുത്തു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ ആ ടോപ്പിക്കുകളായിരിക്കും പിന്നീട് അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യക്കലവറ എന്ന ടോപ്പിക്കില് ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊരു പങ്കാളിയാകുക. ഓക്കെ ആണോ? താഴെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുക. ഒരിക്കലും ടോപ്പിക്കുകൾ അനാവശ്യ ടോപ്പിക്കുകളില്ല. ഞാൻ ഉദാഹരണം ഒരു ടോപ്പിക്ക് ഞാൻ പറയാം, എങ്ങനെയായിരിക്കാം. ഓക്കെ, ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ടോപ്പിക്ക് നമുക്കറിയാം, കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ഏതൊക്കെ വരും, ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് ഇമ്പോർട്ടന്റ് എപ്പോഴും കൊടുക്കുക, എക്കണോമിക്സിൽ ഏതൊക്കെ PSC എപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ടോപ്പിക്ക്, എക്കണോമിക്സിൽ ഏതാണ്, ഭരണഘടനയിൽ ഏതാണ്, സുപ്രധാന നിയമങ്ങളിൽ ഏതൊക്കെയാണ്, ആ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇനി പേടിക്കേണ്ട. ധൈര്യമായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രാക്ടീസ് പ്രിലിംസിനൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 50 മാർക്ക് ഉണ്ടെങ്കിൽ, വെറും 50 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ടോപ്പിക്കുകളെല്ലാം ഇംഗ്ലീഷും മലയാളവും, ഇംഗ്ലീഷ് നമുക്കറിയാം, ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിൽ ഞാൻ സെറ്റാക്കി തരും. കാരണം 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇനി എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മരിച്ചു കലക്കി ആ ടോപ്പിക്ക്, ആ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എന്താണ് അത് ടോപ്പിക്ക് വായിച്ചു, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. ഇംഗ്ലീഷിനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്, ഉറപ്പിച്ച് ഞാൻ കൈത്തരും. ഒന്ന്, അതേപോലെ തന്നെ GK വിഭാഗത്തിലും എല്ലാ ടോപ്പിക്കും മീൻസ് PSCയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഇങ്ങോട്ട് എടുത്തിട്ട് ചോദ്യക്കലവറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചോദ്യക്കലവറ 1ലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് ടോപ്പിക്ക് ആസൂത്രണ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് ആസൂത്രണ കമ്മീഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്കറിയാം ആസൂത്രണ കമ്മീഷന്റെ ഘടനകളെ കുറിച്ച് ചോദിക്കാറുണ്ട്, നീതി ആയോഗിന്റെ ചോദിക്കാറുണ്ട്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചോദിക്കാറുണ്ട്, അല്ലെ? മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്, പോക്സോന്റെ ഘടന എന്താണ്, വകുപ്പ് എന്ത് പറയാം, ആ വകുപ്പ് ഈ വകുപ്പ് എങ്ങനെയൊക്കെയാണ് അതിലെ കിടന്നിട്ട് റാങ്ക് നിർണ്ണയിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും PSCക്ക് നമുക്കറിയാം, ഇപ്പോ ഒരു എക്സാമിന് ഒരു 60 മാർക്ക്, ചിലപ്പോൾ പല എക്സാമുകളിലും 60-65 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് കടക്കാം, അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുക നിങ്ങൾ ആ ടോപ്പിക്കുകൾ എന്നും നമുക്കറിയാം. ഒരു മനുഷ്യാവകാശം ഇല്ലാത്ത ടോപ്പിക് ഉണ്ടോ, വിവരാവകാശ നിയമം ഇല്ലാത്ത ഒരു എക്സാം ഉണ്ടോ, പോക്സോ ഇല്ലാത്തത് ഉണ്ടോ, ഇല്ല. ധനനയം ഇല്ലാത്തതുണ്ടോ, ഹരിത വിപ്ലവം ഇല്ലാത്തതുണ്ടോ, നീതി ആയോഗ് ഉണ്ടോ, ആസൂത്രണ കമ്മീഷൻ, ഓക്കെ, വൈക്കം സത്യാഗ്രഹം ഇല്ലേ, ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു മനസ്സിലും ഇപ്പൊ പെട്ടെന്ന് ഓടിയെത്തിയ ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇല്ലാത്തത് ഏതെങ്കിലും എക്സാമിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ ടോപ്പിക്കുകൾ പഠിച്ച ഈ 10-65 മാർക്ക് നമ്മുടെ കയ്യിൽ എന്താണ്, സേഫ് ആണ്. അപ്പൊ നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറും. ബാക്കിയില്ലാത്തവർ എന്ത് ചെയ്യും, ഇരുന്ന് ടോപ്പിക്കുകൾ വായിച്ചു എല്ലാ ടോപ്പിക്കും പോകും. ഏത് ടോപ്പിക്കിൽ നിന്ന് ഉത്തരം കാണാനും പറ്റില്ല. പനിയാണ് കേട്ടോ, പനിയാണ്, ത്രോട്ട് പെയിൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് സൗണ്ടിൽ നല്ല മാറ്റം. മിസ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ, മിസ് ഇവിടെ തന്നെയാണ്, ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ഏതെങ്കിലും ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ നമുക്ക് ആസൂത്രണ കമ്മീഷന്റെ ഘടന എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെയാണ് ആസൂത്രണ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്? ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാ? പ്രധാനമന്ത്രിയാണ്, അല്ലെ? ആരാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രിയാണ്, ഒരാളായി. അതാണ് ആസൂത്രണ കമ്മീഷന്റെ സ്ട്രക്ചർ കേട്ടോ. ഒന്നാമത്തത് അധ്യക്ഷൻ ഉണ്ടാകും. അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, രണ്ടാമത്തത് ആരാ? ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും, അല്ലെ? ആരാണ് രണ്ടാമത്? ഡെപ്യൂട്ടി ചെയർമാൻ. പഠിക്കണം കേട്ടോ. ഒന്ന് അധ്യക്ഷൻ പ്രധാനമന്ത്രി, രണ്ടാമത്തത് ഡെപ്യൂട്ടി ചെയർമാനും, അല്ലെ? രണ്ടാളായി. പഠിച്ചല്ലോ. എന്തൊക്കെയാണ് ഡെപ്യൂട്ടി ചെയർമാന്റെ ഡ്യൂട്ടീസ് വരുന്നത്?
ഡെപ്യൂട്ടി ചെയർമാന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? മുഴുവൻ സമയ പ്രവർത്തന തലവനാണ് അല്ലെ? ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ മുഴുവൻ സമയ പ്രവർത്തന തലവനാണ് ആര് വരുന്നത്? നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാൻ. പഠിച്ചോളാം. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ PSCയിൽ കയറിക്കൂടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത എല്ലാ എക്സാമുകളിലും നിങ്ങൾ റാങ്ക് നേടിക്കും. ഒരു എക്സാമിനല്ല, എല്ലാ എക്സാമിലും കയറും. പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപീകരണത്തിനും അത് കേന്ദ്ര ക്യാബിനറ്റിന് സമർപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഡെപ്യൂട്ടി ചെയർമാനാണ്. പഞ്ചവത്സര പദ്ധതിയുടെ, അതായത് 5 ഇയർ പ്ലാനിന്റെ കരട് രൂപീകരണത്തിനും അത് കേന്ദ്ര ക്യാബിനറ്റ് സമർപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഡെപ്യൂട്ടി ചെയർമാനാണ്. കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിശ്ചിത കാലത്തേക്കാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത് കേട്ടോ. ഒരു നിശ്ചിത കാലത്തേക്കാണ്. സൗണ്ട് ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് ഇന്നലെ ക്ലാസ് ഇടാതിരുന്നത് കേട്ടോ. കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നിയമിക്കുന്നുണ്ട്. ക്യാബിനറ്റ് മന്ത്രിക്ക് സമാനമായ പദവിയാണ് അദ്ദേഹത്തിനുള്ളത് കേട്ടോ. ക്യാബിനറ്റ് മന്ത്രിക്ക് സമാനമായ പദവി. ഇപ്പൊ നമ്മുടെ അമിത്ഷാ, നരേന്ദ്ര സിംഗ് അല്ലെ, അവരൊക്കെ എന്താ? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ആഭ്യന്തരമന്ത്രിയാണ് അല്ലെ അമിത്ഷാ, ക്യാബിനറ്റ് മന്ത്രിയാണ്. ആ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായിരിക്കും ആസൂത്രണ കമ്മീഷനിലെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. മന്ത്രിസഭയിൽ അംഗമായിരുന്നില്ല എങ്കിലും അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായിരിക്കില്ല. പക്ഷേ മന്ത്രിസഭയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ കഴിയും. പക്ഷെ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല കേട്ടോ. മന്ത്രിസഭയിൽ അംഗമായിരുന്നില്ലെങ്കിലും അദ്ദേഹം മന്ത്രിസഭ അംഗമായിരിക്കില്ല. പക്ഷെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാം. പക്ഷെ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഇതിവിടെ പഠിച്ചോ? അധ്യക്ഷൻ ഉണ്ടാകും. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആദ്യം ആസൂത്രണ കമ്മീഷൻ, അത് നമുക്ക് ഡീറ്റെയിൽ ആരാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഇതിവിടെ രണ്ടുപേര് പഠിച്ചല്ലോ. പ്രധാനമന്ത്രിയും പഠിച്ചു, ഡെപ്യൂട്ടി ചെയർമാൻ പഠിച്ചു. ഡെപ്യൂട്ടി ചെയർമാന്റെ ഡ്യൂട്ടീസ് നോക്കിയല്ലോ. മുഴുവൻ സമയ പ്രവർത്തന തലവനാണ്. പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപീകരണത്തിനും അത് കേന്ദ്ര ക്യാബിനറ്റിന് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ്. കേന്ദ്ര ക്യാബിനറ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നു. ക്യാബിനറ്റ് മന്ത്രിക്ക് സമാനമായ പദവിയാണ്. മന്ത്രിസഭയിൽ അംഗമായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസഭയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ കഴിയും. പക്ഷെ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഇനി മൂന്നാമത്തെ ആളാരാ? ചില കേന്ദ്രമന്ത്രിമാരെ കമ്മീഷനിലെ പാർട്ട് ടൈം അംഗങ്ങളായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തത് ഒന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞു. രണ്ടാമത്തത് ഡെപ്യൂട്ടി ചെയർമാൻ വിളിച്ചു. മൂന്നാമത്തത് ആസൂത്രണ കമ്മീഷനിൽ ആരാ? ചില കേന്ദ്രമന്ത്രിമാരെ കേട്ടോ. ചില കേന്ദ്രമന്ത്രിമാരെ കമ്മീഷനിലെ പാർട്ട് ടൈം അംഗങ്ങളായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഓക്കെയാണോ? പിന്നെ അതേപോലെ ഈ കേന്ദ്രമന്ത്രിമാരില് ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരുന്നു. ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും എന്താണ്? ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയും കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരുന്നു. ആർക്ക് ചോദ്യം വരാം അല്ലേ? ആസൂത്രണ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ള കേന്ദ്ര മന്ത്രിമാർ ആരൊക്കെയായിരിക്കും? ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയുമാണ്. അത് നാലാമത്തത്, കമ്മീഷനിൽ 4 മുതൽ 7 വരെ മുഴുവൻ സമയ വിദഗ്ധരായ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പാർട്ട് ടൈം ആണ് അല്ലെ? ഇവിടെ മുഴുവൻ സമയ വിദഗ്ധരായ അംഗങ്ങൾ എത്ര മുതൽ? 4 മുതൽ 7 വരെ മുഴുവൻ സമയ വിദഗ്ധരായ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഈ 4 മുതൽ 7 വരെ മുഴുവൻ സമയ വിദഗ്ധരായ അംഗങ്ങൾക്ക് സംസ്ഥാന മന്ത്രി പദവിക്ക് സമാനമായ റാങ്ക് നൽകിയിരുന്നു. സംസ്ഥാന മന്ത്രി പദവിക്ക് സമാനമായ റാങ്ക് നൽകിയിരുന്നു. ഡെപ്യൂട്ടി ചെയർമാൻ ആർക്ക്? കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് സമാനം അല്ലെ? എന്നാൽ മുഴുവൻ സമയ അംഗങ്ങളായിട്ടുള്ള 4 മുതൽ 7 വരെയുള്ള അംഗങ്ങൾക്ക് സംസ്ഥാന മന്ത്രിക്ക് പദവിക്ക് സമാനമായ റാങ്കാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി അഞ്ചാമത്തെ ആരാ? IAS പദവിയിലെ മുതിർന്ന അംഗത്തെ കമ്മീഷനിൽ ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരുന്നു. അപ്പൊ അങ്ങനെ 5 പേരാണ് 5 വിഭാഗങ്ങളാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. 1 പ്രധാനമന്ത്രി, 2 ഡെപ്യൂട്ടി ചെയർമാൻ, 3 കേന്ദ്രമന്ത്രിമാരിലെ പാർട്ട് ടൈം അംഗങ്ങള്, 4 മുതൽ 7 വരെ അംഗങ്ങൾ ഉണ്ടായും മുഴുവൻ സമയ വിദഗ്ധർ അംഗങ്ങളാണ്. അവർക്ക് സംസ്ഥാനത്തെ മന്ത്രി പദവിക്ക് സമാനമായ റാങ്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അഞ്ചാമത്തെ
മൂന്നാമത്തത് ഒരു മെമ്പർ സെക്രട്ടറി അല്ലെ. മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? IAS പദവിയിലെ മുതിർന്ന അംഗത്തെയാണ് കമ്മീഷനിലെ ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലും കമ്മീഷനിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. പോയിന്റ് പഠിച്ചോ കേട്ടോ. സംസ്ഥാന സർക്കാരുകൾക്ക് കമ്മീഷനിൽ, അതായത് ആസൂത്രണ കമ്മീഷനിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ? അതാണ് ചോദ്യം. ഉണ്ടായിരുന്നോ ഇല്ലയോ? ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇല്ല. സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു തരത്തിലും കമ്മീഷനിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. പഴയ ആസൂത്രണ കമ്മീഷൻ പൂർണ്ണമായും കേന്ദ്രം രൂപീകരിച്ച സ്ഥാപനമായിരുന്നു കേട്ടോ. പഴയ ആസൂത്രണ കമ്മീഷൻ പൂർണ്ണമായും കേന്ദ്രം രൂപീകരിച്ച സ്ഥാപനമായിരുന്നു. അപ്പൊ സ്ട്രക്ചറിന് ഒരിക്കലും മറക്കില്ലല്ലോ. ആസൂത്രണ കമ്മീഷന്റെ സ്ട്രക്ചർ മറക്കുവോ? പ്രധാനമന്ത്രി ഇല്ലേ, അധ്യക്ഷൻ, പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ച? അധ്യക്ഷൻ പഠിച്ചു അല്ലെ. ഓക്കെ, അധ്യക്ഷൻ പഠിച്ചു. ഒന്നാമത്തത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ, അതായത് ഡെപ്യൂട്ടി ചെയർമാൻ, ആദ്യത്തെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, ഇത് മറക്കോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിൽ ഈ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് നീതി ആയോഗ് അല്ലെ. അപ്പൊ നീതി ആയോഗ് ഇപ്പൊ 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ് ആസൂത്രണ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15-ന് ആ നിലവിൽ വന്ന സമയത്താണ് അതിന്റെ അധ്യക്ഷനായിട്ട് ജവഹർലാൽ നെഹ്റുവും ഉപാധ്യക്ഷനായിട്ട് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഗുൽസാരിലാൽ നന്ദയും അധികാരമേറ്റത്. ഓക്കെ, എങ്കിൽ അവസാനത്തെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ അവിടെ നിലച്ചു അല്ലെ. ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് എന്ത് വരുന്നത്? 2015 നിലവിൽ വരുന്നത്. അപ്പൊ 2014 വരെ അല്ലെ, 2014 വരെ ആരായിരുന്നു, എന്തുണ്ടായിരുന്നു? ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി ആയിരുന്നു അല്ലെ. നരേന്ദ്രമോദി ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ. എങ്കിൽ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? മോണ്ടേക് സിംഗ് അലുവാലിയ അല്ലെ. മോണ്ടേക് സിംഗ് അലുവാലിയ. മോണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ ആണോ? അപ്പൊ 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അധ്യക്ഷൻ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. അവസാനം 2014-ലാണ് ആസൂത്രണ കമ്മീഷൻ പ്രവർത്തനം നിലച്ചത്. അപ്പൊ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ഉപാധ്യക്ഷൻ മോണ്ടേക് സിംഗ് അലുവാലിയുമാണ്. ഓക്കെ ആണോ? എങ്കിൽ ഈ 1950 മാർച്ച് 15 നമ്മൾ പറഞ്ഞു അധ്യക്ഷൻ പഠിച്ചു, ഉപാധ്യക്ഷൻ പഠിച്ചു. മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു 1950 മാർച്ച് 15 ആ സമയത്ത് നിലവിൽ വരുമ്പോൾ അതിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഒന്ന് CD ദേശ്മുഖ് അല്ലെ. ആരാണ്? CD ദേശ്മുഖ്. രണ്ടാമത് ആരാ? CD ദേശ്മുഖ്. പിന്നെ VT കൃഷ്ണമാചാരി പഠിച്ചു വെക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത. ആരാണ്? GL മേത്ത, RK പാട്ടീൽ. ഓക്കെ ആണോ? RK പാട്ടീൽ. ഇവരായിരുന്നു അന്ന് ആസൂത്രണ കമ്മീഷന്റെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഘടന നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചില്ലേ? ഇനി മറക്കുവോ ഘടന എന്താണെന്നുള്ളത്? ചെയർമാൻ ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരുന്നു, പിന്നെ പാർട്ട് ടൈം അംഗങ്ങളായിട്ട് കേന്ദ്രമന്ത്രിമാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു, 4 മുതൽ 7 വരെ മുഴുവൻ സമയ വിദഗ്ധ അംഗങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും. ഇതാണ് ആസൂത്രണ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് ഈ ആസൂത്രണ കമ്മീഷനിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്? 1938 വെരി ഇമ്പോർട്ടന്റ് ആണ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ അല്ലെ. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തില് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അധ്യക്ഷത വഹിച്ചതാണ് ജവഹർലാൽ നെഹ്റു.
നെഹ്റു. പക്ഷേ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്, എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്, നേതൃത്വം നൽകിയത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ ആണോ? അപ്പൊ ഇത് വ്യക്തമായിട്ട് പഠിക്കണം. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അതിന് അന്ന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പക്ഷേ ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അതേപോലെ തന്നെ 1938 കഴിഞ്ഞു. 1946 നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇടക്കാല ഗവൺമെന്റ് അല്ലെ, ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നു. ആ ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു അല്ലെ, ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ത് ചെയ്തു? രൂപീകരിച്ചു. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. അപ്പോ ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഇതിനൊരു ചെയർമാൻ ഉണ്ടാകണം അല്ലെ. അന്ന് ആ ചെയർമാനായിട്ട് ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു അല്ലെ. KC നിയോഗി ആയിരുന്നു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് വന്നത്. ഓക്കെ ആണോ? അങ്ങനെ 1946 ഇടക്കാല ഗവൺമെന്റിന്റെ അഡ്വൈസറി പ്ലാനിംഗ് രൂപീകരിച്ചു. അങ്ങനെ 1950 മാർച്ച് മാസം 15 എന്ത് ചെയ്യാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരികയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? യോജന ഭവൻ അല്ലെ. യോജന ഭവൻ എവിടെയാ? ന്യൂഡൽഹിയിലെ. യോജന ഭവൻ ന്യൂഡൽഹിയാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. എന്തൊക്കെയാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതലകള്? എന്തൊക്കെയാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ വരിക? എന്തൊക്കെ വരും? ഒന്ന്, പദ്ധതികളുടെ തയ്യാറാക്കൽ അല്ലെ. പദ്ധതികൾ തയ്യാറാക്കൽ ആസൂത്രണ കമ്മീഷന്റെ ചുമതലയാണ്. അതേപോലെ അവയുടെ നടത്തിപ്പും അവയുടെ നടത്തിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ട് സമർപ്പിക്കുന്നത്, എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ലളിതമായ പ്രമേയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലളിതമായ പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. നമ്മൾ പറയാറില്ലേ കേവല ഭൂരിപക്ഷവും പ്രത്യേക ഭൂരിപക്ഷം എന്നൊക്കെ പറയാറില്ലേ. പക്ഷേ ഒരു ലളിതമായ പ്രമേയം, അതായത് ഒരു കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് കേട്ടോ. അതേപോലെ ഉപാധ്യക്ഷൻ ഉണ്ടാകും, കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷനിലെ അംഗങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അത്രയും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചല്ലോ. ഇനി ഈ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തതാണ്? സോവിയറ്റ് യൂണിയന്റെ അല്ലെ, റഷ്യ അല്ലെ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ആസൂത്രണം എന്നുള്ള ഒരു ആശയം ഇന്ത്യ ഗവൺമെന്റ് കടമെടുക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒരു 5 വർഷം അല്ലെ കൊണ്ട് ലക്ഷ്യം നേടുക എന്ന പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് ഈ ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു അല്ലെ. ഓക്കെ ആണോ? അപ്പോ ആസൂത്രണ കമ്മീഷൻ എന്താണ്? ഒരു ഉപദേശക സമിതി കൂടിയിട്ടാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമാണോ? ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, ഒരു ഉപദേശക സമിതി ആണ്. ഓക്കെ ആണോ? ഒരു ഉപദേശക സമിതിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പഠിച്ചല്ലോ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നമ്മൾക്ക് അറിയാം, അങ്ങനെ 50 മാർച്ച് 15 ആസൂത്രണ കമ്മീഷനൊക്കെ രൂപം കൊണ്ടു. പിന്നീട് 1965 ആയ സമയത്ത് ഒരു നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചു. NPC കേട്ടോ, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചു 1965. അപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ സ്ട്രക്ചർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയല്ലോ. എന്താണ് നമ്മുടെ 1950 മാർച്ച് 15 എന്താണ് ആസൂത്രണ കമ്മീഷൻ എന്നുള്ളത് ഇനി മറക്കോ? നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആസൂത്രണ കമ്മീഷന്റെ സ്ട്രക്ചർ പഠിച്ചു. പിന്നെ എങ്ങനെയാണ് ആസൂത്രണ കമ്മീഷനിലേക്ക് എത്താനുണ്ടായ സാഹചര്യം പഠിച്ചു. 38 ഇന്റർനാഷണൽ കോൺഗ്രസിന് INC ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ട് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നേതൃത്വം കൊടുത്ത സുഭാഷ് ചന്ദ്രബോസും പിന്നെ 50 മാർച്ച് 15 അങ്ങനെ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടു എന്ന് പറഞ്ഞു. 46 ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷൻ KC നിയോഗിയാണ് എന്ന് പറഞ്ഞു. പഞ്ചവത്സര പദ്ധതികളുടെ ഒക്കെ നടത്തിപ്പ് കൊണ്ടുപോകുന്നത് ആസൂത്രണ കമ്മീഷനാണ് എന്ന് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി. പിന്നെ എന്തൊക്കെയാ പഠിച്ചത്? ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹിയാണ്. ലളിതമായ പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ ആശയങ്ങളാണ് ഇതിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഉപദേശക സമിതിയാണ് എന്ന് പറഞ്ഞു. പിന്നീട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 65 രൂപീകൃതമായി. മറക്കില്ലല്ലോ. 38 പഠിച്ചു, 46 എന്താണ് പഠിച്ചു, 50 മാർച്ച് 15
15 എന്താണെന്ന് പഠിച്ചു, 65 എന്താണെന്നും നമ്മളിവിടെ മനസ്സിലാക്കി ഇല്ലേ? ഇനി തെറ്റോ? ഇനി തെറ്റില്ലാലോ. അതേപോലെ ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങളുണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, എന്നും ചോദിക്കും. ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങളാണ് സമാന്തര ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നത്. സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആസൂത്രണ കമ്മീഷനാണ്. അതുപോലെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് സൂപ്പർ ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നത് സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് സാമ്പത്തിക ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നത് സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത്. ഈ 4 വിശേഷണങ്ങളും ആർക്കുള്ളതാണ്? ആസൂത്രണ കമ്മീഷന് ഉള്ളതാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. സമാന്തര ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്. സ എന്ന് വരുന്ന 3 സമാന്തരം, സാമ്പത്തികം, സൂപ്പർ ക്യാബിനറ്റ് അല്ലേ? സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? സൂപ്പറാണ് അല്ലേ? സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പറാണ് അല്ലേ? അപ്പൊ സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ് അല്ലെ? നമുക്ക് എല്ലാവർക്കും നമുക്ക് എന്താണ്? അപ്പോ നമുക്ക് ഈ സമൂഹത്തിൽ നല്ല ഇത് കിട്ടും അല്ലെ? സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്. ഓക്കെ, ഇതൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2001 നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2001 മറക്കരുത്. ഓക്കെ ആണോ? അതേപോലെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ദേശീയ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ മനസ്സിലാക്കി. ഒന്ന് റിവിഷൻ ചെയ്ത് തരട്ടെ, കേട്ടുകൊണ്ടിരിക്കുമോ നിങ്ങള്? ആസൂത്രണ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? ഒന്ന് ചെയർമാൻ, ആരാണ്? പ്രധാനമന്ത്രി അല്ലെ? അധ്യക്ഷൻ പ്രധാനമന്ത്രി, ഡെപ്യൂട്ടി ചെയർമാൻ. പിന്നെ മൂന്നാമത്തത് കേന്ദ്ര മന്ത്രിസഭയില് അല്ലെ? കേന്ദ്ര മന്ത്രിസഭയില് ക്യാബിനറ്റ് മന്ത്രിമാരില് പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ടാകും. ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാകും. 4 മുതൽ 7 വരെയുള്ള മുഴുവൻ സമയ വിദഗ്ധ അംഗങ്ങളുണ്ടാവും. 4 to 7 ആ സംഖ്യ പോലും മറക്കരുത് കേട്ടോ. 4 to 7 വരെയുള്ള മുഴുവൻ സമയ അംഗങ്ങൾ ഉണ്ടായിരിക്കും. പഠിച്ചല്ലോ? അങ്ങനെ 5 പേര് അതിൽ പഠിച്ചല്ലോ. ആദ്യത്തെ അധ്യക്ഷനാരാ? ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷനാരാ? ആരാണ്? ഗുൽസാരിലാൽ നന്ദ. അവസാനത്തെ അധ്യക്ഷനാരാ? നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷനാരാ? മോണ്ടി സിംഗ് അലുവാലിയ. അതിൽ ആദ്യത്തെ അധ്യക്ഷൻ ആസൂത്രണ കമ്മീഷനിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? CD ദേശ്മുഖ്, BT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ഓക്കെ, സെറ്റ്. അങ്ങനെ എങ്ങനെയാണ് ആസൂത്രണ കമ്മീഷനിലേക്ക് എത്തിയത്? 38 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇതിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പിന്നീട് 38 കഴിഞ്ഞു 46 ഒരു ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വരികയും ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയും അതിന്റെ ചെയർമാനായിട്ട് KC നിയോഗിയെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ 50 മാർച്ച് 15 നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ആസൂത്രണ കമ്മീഷൻ യോജന ഭവൻ ആസ്ഥാനമാക്കി, ന്യൂഡൽഹി ആസ്ഥാനമാക്കി നിലവിൽ വരികയും ചെയ്തു. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ ഏതിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഒരു ലളിതമായ സിമ്പിൾ ലളിതമായ പ്രമേയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. പിന്നെ അതൊരു ഉപദേശക സമിതിയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമൊന്നുമല്ല. ആർട്ടിക്കിൾ ഒന്നും ഇവിടെ വിഭാവനം ചെയ്യുന്നില്ല. 2001 ആസൂത്രണ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെയാണോ? ഓക്കെ, എന്തൊക്കെയാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതലകള്? പദ്ധതികൾ തയ്യാറാക്കുക, അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കൊക്കെ കൊടുക്കുക. അങ്ങനെ 65 ആയി. 50 മാർച്ച് 15 കഴിഞ്ഞു. 2001 റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. 65 ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസില് രൂപീകരിക്കുന്നത്.
അതേപോലെ 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകൃതമായി എന്ന് പറഞ്ഞു അല്ലെ. ആ 38 ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകൃതമായി എന്ന് പറഞ്ഞു. അതിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് പറഞ്ഞു. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം അധ്യക്ഷ സ്ഥാനം വഹിച്ചത് അതിന്റെ തലവനായിട്ട് വന്നത് വിശ്വേശ്വരയ്യ ആണ് കേട്ടോ. വിശ്വേശ്വരയ്യ സ്ഥാനം മാറിയതിന് ശേഷമാണ് ആര് സ്ഥാനം ഏറ്റെടുക്കുന്നത്? ജവഹർലാൽ നെഹ്റു സ്ഥാനം ഏറ്റെടുക്കുന്നത് കേട്ടോ. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ തലവനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് എം വിശ്വേശ്വരയ്യാണ്. വിശ്വേശ്വരയ്യ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് ജവഹർലാൽ നെഹ്റു ആ സ്ഥാനം എന്ത് ചെയ്യുന്നത്? ഏറ്റെടുക്കുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കി വെക്കണം. പിന്നെ നമുക്ക് ഇപ്പൊ ദേശീയ തലത്തിലുള്ള ആസൂത്രണ കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ദേശീയ ആസൂത്രണ കമ്മീഷൻ ഒരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനമോ ഒരു നിയമപരമായിട്ടുള്ള സ്ഥാപനമോ ഒന്നുമല്ല. അതൊരു ഉപദേശക സമിതിയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ഇനി ആസൂത്രണ കമ്മീഷന്റെ ചുമതലകള് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. നിങ്ങളൊന്ന് വായിച്ചു, ഞാനൊന്നിങ്ങനെ പറഞ്ഞുവിടാം. നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ ഭൗതിക മൂലധനം, അതുപോലെ മാനവ വിഭവശേഷി എന്നിവയുടെ വിലയിരുത്തൽ, നടത്തിപ്പ്, അവയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ അന്വേഷിക്കുന്നത് ചെയ്യുന്നതും ആരാണ്? ഈ ആസൂത്രണ കമ്മീഷനാണ്. രാജ്യത്തിന്റെ ഭൗതിക മൂലധനം, മാനവ വിഭവശേഷി എന്നിവ വിലയിരുത്തുക. ഓക്കെ. അതുപോലെ രാജ്യത്തെ വിഭവങ്ങളുടെ ഏറ്റവും ഫലപ്രദവും സന്തുലിതവുമായ വിനിയോഗത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കുക, മുൻഗണനകൾ നിർണ്ണയിക്കുക, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. അതേപോലെ നമ്മുടെ സാമ്പത്തിക വികസനത്തെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് സാമ്പത്തികം ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്, അതിനെയൊക്കെ സൂചിപ്പിക്കുക. ഓരോ ഘട്ടത്തിലും പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ മെഷീനറിയുടെ സ്വഭാവങ്ങൾ നിർണ്ണയിക്കണം. അതുപോലെ പ്ലാൻ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തണം. അവയുടെ ക്രമീകരണങ്ങൾ ശുപാർശ ചെയ്യണം. ഒരു വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉപദേശത്തിനായിട്ട് റഫർ ചെയ്യണം. അതുപോലെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉചിതമായിട്ടുള്ള ശുപാർശകൾ നൽകണം. ഇന്ത്യ ഗവൺമെന്റിന്റെ ലളിതമായിട്ടുള്ള ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷനൊക്കെ രൂപീകരിക്കപ്പെട്ടിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഡ്യൂട്ടീസ് ആണ്. ഇനി നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനത്ത് അങ്ങനെ 65 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ എപ്പോഴാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്? 1967 അല്ലെ. അപ്പൊ ഇനി വർഷങ്ങൾ ഇനി എപ്പോഴെങ്കിലും മറക്കുവോ? 38 പഠിച്ചു, ഓർമ്മയുണ്ടോ? 46 പഠിച്ചു, 50 മാർച്ച് 15 പഠിച്ചു, 65 പഠിച്ചു, 2001 പഠിച്ചു, 67 പഠിച്ചു. മനസ്സിലായോ? 67 നമ്മുടെ സംസ്ഥാനത്ത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ. 67 സംസ്ഥാനത്ത് ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് അല്ലെ. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരിക്കും? അപ്പോ ആദ്യത്തെ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട് അല്ലെ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? MK ഹമീദ് അല്ലെ. ആരാണ്? MK ഹമീദ്. മറക്കരുത് കേട്ടോ, മറക്കരുത്. MK ഹമീദ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആസൂത്രണ കമ്മീഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും എന്ത് പഠിക്കണം? NDC ഒപ്പം പഠിച്ചു പോകണം. ഈ NDC ആണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് കേട്ടോ. 1952 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. 50 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 52 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നു. ആസ്ഥാനം വിധാൻ ഭവൻ ആണ് കേട്ടോ. യോജന ഭവൻ ആസൂത്രണ കമ്മീഷൻ, വിധാൻ ഭവൻ ആണ് NDCയുടെ ആസ്ഥാനം. ന്യൂഡൽഹി തന്നെയാണ്. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഇനി അതേപോലെ ഈ NDCയുടെ സ്ട്രക്ചർ ഒന്ന് പഠിക്കണം. നമ്മൾ ആസൂത്രണ കമ്മീഷന്റെ സ്ട്രക്ചർ പഠിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ, മറക്കരുത്. റിവിഷൻ ചെയ്യണം. ഇടയ്ക്ക് എടുത്തിട്ട് പ്രധാനമന്ത്രി ആയിരിക്കും NDCയുടെ ചെയർമാൻ പറഞ്ഞിട്ട്. അതേപോലെ എല്ലാ കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നമുക്കറിയാം ലഫ്റ്റനന്റ് ഗവർണർമാർ അല്ലെ. പിന്നെ ഡൽഹി പോലുള്ളവരിൽ മുഖ്യമന്ത്രിമാരും ഉണ്ടായിരിക്കും. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളും ഇതിലെ
ഇവരെല്ലാവരും കൂടി ചേർന്നതാണ് NDCയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി, എല്ലാ കേന്ദ്രമന്ത്രിമാര്, എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാര്, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാര്, അതേപോലെ ആസൂത്രണ കമ്മീഷനിലെ എല്ലാ അംഗങ്ങളും, എന്താണ്, ഇവരൊക്കെ കൂടി ചേർന്നതാണ് NDCയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. NDCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 നവംബർ മാസം 8, 9 തീയതികളിലായിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണ് NDCയുടെ ഡ്യൂട്ടീസ് വരുന്നത്? എന്തൊക്കെയാണ്? പദ്ധതിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക. സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം. പ്ലാനിങ്ങിന്റെ പിന്തുണയോടെ രാജ്യത്തിന്റെ പരിശ്രമങ്ങളും റിസോഴ്സുകളും ശക്തിപ്പെടുത്തുകയും സമാഹരിക്കുകയും ചെയ്യണം. എല്ലാ സുപ്രധാന മേഖലകളിലും പൊതുവായ സാമ്പത്തിക നയങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും സന്തുലിതവും വേഗത്തിലുള്ളതുമായ വികസനം ഉറപ്പാക്കണം. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? NDCയുടെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ NDC എന്ന് പറയുന്നത് ദേശീയ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ, ദേശീയ തലത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ നിർദ്ദേശിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? NDCയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതേപോലെ ആസൂത്രണ കമ്മീഷൻ ഉണ്ടല്ലോ, ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ആ പ്ലാൻ ഒക്കെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ആര്? NDC. ഓക്കെ, അതുപോലെ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളുടെ ഒരു വിലയിരുത്തൽ നടത്തുകയും അവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യണം. മനസ്സിലായോ? അതേപോലെ ദേശീയ പദ്ധതിയുടെ പ്രവർത്തനം കാലാകാലങ്ങളിലൊക്കെ അവലോകനം ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ നിർദ്ദേശിച്ച് രൂപപ്പെടുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? NDCയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ, അതേപോലെ ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കുമല്ലോ, ഒരു പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുമല്ലോ, അത് കേന്ദ്രമന്ത്രിസഭയ്ക്കൊക്കെ സമർപ്പിക്കണം. കേന്ദ്രമന്ത്രിസഭയ്ക്ക് സമർപ്പിക്കണം. അതേപോലെ അതിന്റെ അംഗീകാരത്തിന് ശേഷം NDCയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് വെക്കും. പഞ്ചവത്സര പദ്ധതിയുടെ കരട് കേന്ദ്രമന്ത്രിസഭയ്ക്ക് ആസൂത്രണ കമ്മീഷൻ കൊടുക്കും. എന്നിട്ട് ആസൂത്രണ കമ്മീഷൻ അതിൽ വേണ്ട, കേന്ദ്ര ക്യാബിനറ്റ് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അത് NDC എന്ത് ചെയ്യും? ലാസ്റ്റ് NDC എന്ത് ചെയ്യും? NDCയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് കൊടുക്കും കേട്ടോ. ഓക്കെയാണോ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ പദ്ധതികളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് കേട്ടോ. പിന്നീട് അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അറിയാലോ അല്ലെ, അതിന്റെ അംഗീകാരത്തോടെ ഔദ്യോഗിക പദ്ധതിയാകും. പിന്നീട് അത് ഔദ്യോഗിക ഗസറ്റ് ആയിട്ട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ടും ഒരു NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ളത്. ഇനി തെറ്റിക്കരുത്, ഞാൻ വ്യക്തമായിട്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇത് ഈ ടോപ്പിക്കിൽ നിന്ന് ഇനി അടുത്തൊരു എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റ് വരാൻ പാടില്ല കേട്ടോ. ഓക്കെയാണോ? അപ്പോൾ ക്ലാസ്സുകൾ എടുക്കേണ്ട രീതിയെ പറ്റിയും താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ടോപ്പിക്ക് വ്യക്തമായിട്ട് SCERT NCERT ഒക്കെ ബേസ് ചെയ്തിട്ട് എടുത്തു തരാം. താഴെ ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.